കഴിഞ്ഞ 4 മാസമായി താൻ വിദേശത്ത് ഒളിവിലായിരുന്നു, നാട്ടിലേക്ക് വിളിച്ചിരുന്നില്ല എന്ന് തുറന്നു പറയുകയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം. തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും തന്നെ താൻ മകനെ അറിയിച്ചിരുന്നില്ലെന്നും ഫർസാനയും അഫാനുമായുള്ള ബന്ധം തനിക്ക് അറിയാമായിരുന്നു എന്നാണ് റഹീം ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൂട്ടക്കൊലപാതകത്തിലേക്ക് എത്തിച്ചത് സാമ്പത്തിക ബാധ്യതയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 65 ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നായിരുന്നു അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ കുടുംബത്തിൽ അത്രയേറെ കടബാധ്യത ഉള്ളതായി തനിക്ക് അറിയില്ല എന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പാങ്ങോട് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ബാങ്ക് ലോണും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വായ്പയും ഉൾപ്പെടെ 15 ലക്ഷം രൂപ നാട്ടിൽ ബാധ്യതയുണ്ടെന്ന വിവരം മാത്രമാണ് തനിക്ക് അറിയാമായിരുന്നത്. ഇഖാമ പുതുക്കാൻ സാധിക്കാതെ വർഷങ്ങളായി വിദേശത്ത് അകപ്പെട്ടുപോയ അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധമൊക്കെ അറിയാമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണ്ണമെടുക്കാൻ അടുത്തിടെയാണ് 60,000 രൂപ താൻ അയച്ചു നൽകിയെന്നും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു തരത്തിലും താൻ മകനെ അറിയിച്ചിട്ടില്ലായിരുന്നു എന്നും റഹീം ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ തന്നെയാണ് അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത്. അതേസമയം 25 വർഷമായി പ്രവാസിയായ റഹീം കച്ചവടം പൊളിഞ്ഞതിന്റെ കടബാധ്യതയെ തുടർന്നാണ് 1.5 മാസം മുമ്പ് ദമാമിലേക്ക് മാറിയത്. ഇഖാമ കാലാവധി കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടിരുന്നു. ഇതിന്റെ പിഴയായ 11,65,000 രൂപ അടയ്ക്കാൻ പ്രവാസിയായ ബിസിനസ്സുകാരൻ സിദ്ദിഖ് അഹമ്മദിനെ പോലുള്ളവരാണ് സഹായം വാഗ്ദാനം ചെയ്തത്. സൗദി നാടുകടത്തൽ കേന്ദ്രം പാസ്പോർട്ട് വിഭാഗ മേധാവികളെ നാസ്മക്കം നേരിട്ട് കണ്ടാണ് റഹീമിന്റെ ദുരന്ത കഥ അറിയിച്ചത്. കുറഞ്ഞത് 7 ദിവസമെങ്കിലും വേണ്ട നടപടികൾ അധികൃതർ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി നൽകുകയായിരുന്നു. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഫാനെ അവിടെയുള്ള പോലീസ് സെല്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണിത്. മറ്റു കേസുകളിലും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് വിവരങ്ങൾ. 1 മാസം മുൻപ് ഒരു തവണ ലഹരി ഉപയോഗിച്ചതൊഴിച്ചാൽ ഇയാൾ പതിവായി രാസലഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ അഫാന് അനുകൂലമായിട്ടാണ് ഉമ്മ ഷെമി മൊഴി നൽകിയിരിക്കുന്നത്. കട്ടിൽ നിന്ന് വീണ് തലയിടിച്ചതാണ് എന്ന ഷെമിയുടെ മൊഴി. മകൻ ഉപദ്രവിച്ചതിന്റെ സൂചനകളൊന്നും ഷെമി നൽകിയിട്ടില്ല. മകന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല എന്നാണ് വിവരങ്ങൾ. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമി ബന്ധുക്കളോടും ഇതേ മൊഴി തന്നെയാണ് പറയുന്നത്. ഒടുവിൽ മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിലും പ്രസ്താവന ആവർത്തിക്കുകയാണ് ഷെമി ചെയ്തത്. ഇളയ മകനെ കാണണമെന്ന് ഷെമി ആവർത്തിച്ച് ആവശ്യപ്പെടുകയും അഫാൻ എവിടെയാണെന്ന് തിരക്കുകയും ചെയ്തിരുന്നു. ഇളയ മകനെയും ഭർത്തർ മാതാവിനെയും ഭർത്തർ സഹോദരനെയും ഭാര്യയും പെൺസുഹൃത്തിനെയുമാണ് അഫാൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. എന്നാൽ ഈ കാര്യം ഒന്നും തന്നെ ഉമ്മ ഷെമി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഗൾഫിൽ കടബാധ്യതയെ തുടർന്ന് യാത്രാവിലക്ക് കാരണം പെട്ടുപോയ ഭർത്താവ് റഹീം ഇക്കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലെത്തിയ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമിയെ കണ്ടെങ്കിലും തന്റെ മകൻ ഉപദ്രവിച്ച കാര്യം ഒന്നും തന്നെ ഷെമി പറഞ്ഞിട്ടില്ല എന്നാണ് വിവരങ്ങൾ. വിദേശത്തു നിന്നെത്തിയ റഹീം കൊല്ലപ്പെട്ട മകന്റെയും ബന്ധുക്കളുടെയും കബറിടം സന്ദർശിച്ചു. നാട്ടിൽ കുടുംബത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയുണ്ടെന്ന കാര്യം തനിക്ക് അറിയില്ല എന്നാണ് റഹീം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.